അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം നമ്മൾ തീർത്തിട്ടുണ്ടായി. തൃപ്പൂണിത്തുറയിൽ 7 മണീൻ്റെ ട്രെയിനിൽ കയറിയിട്ട് ഒരു 8:30 ആകുമ്പോൾ ചെങ്ങന്നൂർ ജംഗ്ഷനിൽ എത്തും. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അവിടുന്ന് ആറന്മുളയിലേക്കുള്ള അമ്പലത്തിലേക്കുള്ള ബസ് കയറിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. ഒരു 9 മണിയാകുമ്പോഴത്തേനും അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ എത്തുമ്പം തന്നെ നമുക്ക് കാണാം എത്ര വള്ള സദ്യ തന്നെ നേർച്ചയുണ്ട്, അതിന് ഓരോ പറ വെച്ചിട്ടുണ്ടാവും മുന്നിൽ തന്നെ. വള്ളസദ്യൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നിർത്തിവെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ബുക്കിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അവിടെ ചോദിച്ചാലും പറഞ്ഞ് വള്ളക്കാർ വരുമ്പോഴത്തേനും ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുറേ പറ കണ്ടുതരാൻ കുറേ വള്ളസദ്യ ഉണ്ട്, അപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളവിടെ നിന്നിട്ടുണ്ടായി. അപ്പോൾ വള്ളക്കാർ വരുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലേക്ക് പോയിട്ടുണ്ടായി. കടവിൻ്റെ ഇടയ്ക്കാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ എത്തിയല്ലോ, ആൾക്കാരൊക്കെ കുറവേനു. പിന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആൾക്കാർ നിറയേനു. പിന്നെ അവർ വള്ളക്കാർ വരുമ്പോൾ ഒരു ഓളേനും ഭയങ്കര ഒച്ചപ്പാട് മീൻസ് ഇങ്ങനെ പാട്ടുപാടലൊക്കെ ആയിരുന്നു. റിസൾട്ടിന് ഭയങ്കര സന്തോഷേനു. അത് കണ്ടപ്പോൾ അടിപൊളിയേനു. ഓരോ വള്ളസദ്യ നേർച്ച ചെയ്ത ആൾക്കാരും ഈ വള്ളക്കാർ വരുന്ന സമയത്ത് ഈ മുത്തുക്കുടിയൊക്കെ എടുത്ത് നേർച്ച ചെയ്തവർ ഇവരെ താലൊക്കെ എടുത്തിട്ട് വന്നിട്ട് സ്വീകരിച്ചിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം നേരത്തെ കണ്ട പറയേൻ്റെ അടുക്ക് കൊണ്ടുപോയിട്ട് ഇവർ ബാക്കി നേർച്ചേൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരെ കൊണ്ടുള്ള തിരക്കിനും. അപ്പോൾ ഫുഡ് കിട്ടൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. നമ്മൾ നേരെ പള്ളിയോട സേവാ സംഘത്തിൻ്റെ അടുക്ക് പോയിട്ട് ചോദിച്ചു നോക്കി 2 കൂപ്പൺ തരുമോന്നുണ്ടോ. ഭാഗ്യത്തിന് 2 കൂപ്പൺ കിട്ടിയിട്ടുണ്ടായി. പിന്നെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വള്ളക്കാർ വന്നിട്ട് ഓരോ വിഭവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ടാണ് ഇങ്ങനെ ഭക്ഷണം ഈ ഓരോ വിഭവം കഴിക്കുക. അപ്പോൾ അത് കാണാൻ പറ്റില്ല, ഇന്ന് സങ്കടേനു. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നമുക്ക് അവിടെ ചെയ്ത് തന്നിട്ടുണ്ടേനു. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. പരിപ്പ് കറി വന്ന്, സാമ്പാർ വന്ന്, 4 കൂട്ടം പായസം വന്ന്, ഫുഡൊക്കെ സമാധാനത്തെ കഴിച്ച് സംതൃപ്തിയായിട്ട് തിരിച്ചു വന്നു.